പ്രോസിക്യൂഷൻ വിറ്റ്നസ് 1 PW1 ഇരയാക്കപ്പെട്ട നടി. ഈ നടിയുടെ മൊഴി സ്വാഭാവികമായും പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ദിലീപുമായുള്ള ബന്ധം, പിന്നീടുണ്ടായ ശത്രുത, മഞ്ജു വാര്യർ ദിലീപ് ബന്ധത്തിൽ ഇവരുണ്ടാക്കിയ വിള്ളൽ എങ്ങനെ സംഭവിച്ചു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒപ്പം പൾസർ സുനിയും ദിലീപുമായുള്ള ബന്ധം, പിന്നീട് സിനിമയിൽ നിന്ന് ഇവർ മാറി നിൽക്കേണ്ട സാഹചര്യം ഒരുങ്ങിയത്, അങ്ങനെ നിരവധിയായ കാര്യങ്ങളിൽ എങ്ങനെ ഈ പെൺകുട്ടിക്ക് ദിലീപ് വലിയ ശത്രുവായി, ഒപ്പം ദിലീപിന് ഈ പെൺകുട്ടി എങ്ങനെ വലിയ ശത്രുവായി എന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ കോടതിയെ ധരിപ്പിക്കാൻ നടിക്ക് സാധിച്ചു എന്നായിരുന്നു പ്രോസിക്യൂഷൻ്റെ ആത്മവിശ്വാസം. അതിൻ്റെ ഒരു മൊഴിയുടെ ഒരു രീതി പരിശോധിച്ചാൽ 2017 ജൂൺ 6 ഇരയാക്കപ്പെട്ട നടിയുടെ മൊഴി പ്രോസിക്യൂഷൻ വിറ്റ്നസ് 1 വിചാരണ കോടതി രേഖപ്പെടുത്തുന്നത്. ദീർഘകാലമായി നമുക്കറിയാം സിനിമാ രംഗത്തുള്ള വനിതയാണ്. അവർ ഈ സംഭവം നടന്നതിന് ശേഷം 2 മാസത്തോളം സ്കോട്ട്ലൻഡിലായിരുന്നു എന്നാണ് കോടതിയെ ബോധ്യപ്പെടുത്തിയത്. ആദ്യം തന്നെ അത് കാരണം മറ്റൊന്നുമല്ല, അവർ ഈ സംഭവത്തിന് ശേഷം വലിയ ട്രോമയിലായിരുന്നു. അവർക്ക് ഒരുപാട് മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങളുണ്ടായി. ഇതിൽ നിന്നൊക്കെ അകന്നു നിൽക്കാനായി അവർ സ്കോട്ട്ലൻഡ് രാജ്യത്ത് ഏതാണ്ട് 2 മാസത്തോളം താമസിച്ചു. അതിനുശേഷമാണ് തിരികെ വന്നത്. തിരികെ വന്നപ്പോഴും മൊഴിയെടുക്കാൻ തുടങ്ങിയപ്പോഴും വളരെ ക്ഷീണിതയായും മാനസികമായി തകർന്ന ഒരു വ്യക്തിയായാണ് ഈ നടിയെ കോടതി കണ്ടത്. കോടതിക്ക് എങ്ങനെയാണ് മനസ്സിലായത്? അതേ തുടർന്ന് വളരെ പതുക്കെ സമയമെടുത്താണ് കോടതി ഇവരിൽ നിന്നുള്ള മൊഴികൾ ചോദിച്ചറിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൊന്ന്, ദിലീപാണ് തൻ്റെ ഏക ശത്രു എന്ന് വളരെ കൃത്യമായി തന്നെ കോടതിയിൽ ഈ പെൺകുട്ടി പറയുകയാണ്. അതായത് തൻ്റെ സിനിമാ രംഗത്തെ ഏക ശത്രു ദിലീപാണ്. തന്നോട് ആർക്കും സിനിമാ രംഗത്തും വ്യക്തിപരമായും മറ്റാർക്കും തന്നോട് ശത്രുതയില്ല. അതുകൊണ്ട് തന്നെ ദിലീപിനെ തന്നെയാണ് ഈ സംഭവത്തിൽ സംശയം എന്ന് ഈ പെൺകുട്ടി പറയുന്നുണ്ട്. അതിന് ഈ തന്നെ ആക്രമിച്ച സമയം മുതൽ തന്നെ, ആ സന്ദർഭത്തിൽ തന്നെ തനിക്ക് കൃത്യമായി ബോധ്യമുണ്ടായിരുന്നു ദിലീപാണ് ഇതിന് പിന്നിൽ. ഈ പ്രതികളായിരുന്ന, അന്ന് കൃത്യത്തിൽ ഏർപ്പെട്ടിരുന്ന ആൾക്കാരുടെ പല പരാമർശങ്ങളിൽ നിന്നും ദിലീപാണ് ഇതിന് പിന്നിൽ എന്ന് വ്യക്തമായിട്ടുണ്ട് എന്ന് അന്ന് തന്നെ അവർക്ക് മനസ്സിലായി എന്ന് കോടതിയിൽ പറയുന്നു. പിന്നീട് തൻ്റെ സഹോദരനോടും ഇക്കാര്യം പങ്കുവച്ചു എന്ന് മൊഴിയായി കോടതിയോട് പറയുന്നുണ്ട്. ഇതിനിടയിലാണ് പിന്നീട് ഈ വിഷയം എങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു എന്നുള്ള കാര്യം ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ദിലീപിൻ്റെ ഒരു വിശ്വാസം, അല്ലെങ്കിൽ ദിലീപ് വിശ്വസിച്ചിരുന്നത് താനാണ് മഞ്ജു വാര്യരുമായുള്ള വിവാഹബന്ധം തകർത്തതിൻ്റെ പ്രധാന കാരണക്കാരി എന്ന് ദിലീപ് വിശ്വസിച്ചിരുന്നു എന്ന് ഇവർ കോടതിയിൽ പറയുന്നുണ്ട്. കാരണം സിനിമയിൽ വന്ന കാലം മുതൽ തനിക്ക് ദിലീപും കാവ്യയുമായുള്ള ബന്ധം അറിയാം. തനിക്ക് മാത്രമല്ല, എല്ലാ സിനിമാ രംഗത്തുള്ള, സിനിമാ മേഖലയിലുള്ള മിക്ക ആളുകൾക്കും ദിലീപും കാവ്യ മാധവനും തമ്മിലുള്ള ബന്ധം അറിയാവുന്നവരാണ്. 7-8 സിനിമകളിൽ ഒരുമിച്ച് ദിലീപിനൊപ്പം അഭിനയിച്ചു. അതിൽ പല സിനിമകളും സൂപ്പർ ഹിറ്റുകളാണ്. അങ്ങനെ തുടർച്ചയായി ദിലീപിൻ്റെ നായികയായി കഴിഞ്ഞ ഒരു കാലമുണ്ട്. ആ സമയത്തൊക്കെ ദിലീപും കാവ്യയുമായുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണ സിനിമാ മേഖലയിലുള്ളവർ പറഞ്ഞും നേരിട്ടറിഞ്ഞുമൊക്കെ തനിക്ക് ബോധ്യമുണ്ട് എന്ന് കോടതിയിൽ നടി മൊഴി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഒപ്പം 2010 മുതൽ നിരവധി സ്റ്റേജ് ഷോകൾ ദിലീപുമായി ബന്ധപ്പെട്ട് ദിലീപിനോടൊപ്പം താൻ നടത്തിയിരുന്നു. താൻ മാത്രമല്ല, നായികമാരായ നിരവധി പെൺകുട്ടികളുണ്ടായിരുന്നു. അവർക്കൊപ്പം ദിലീപ് വിദേശ ഷോകൾ നടത്തുന്ന ഒരു സാഹചര്യം. അത്രത്തോളം പോപ്പുലറായ ഒരു നടനായിരുന്നുവല്ലോ അക്കാലത്ത് ദിലീപ്. ആ ഷോകളൊക്കെ വലിയ ഹിറ്റുകളുമായിരുന്നു. അങ്ങനെ ഒരു ഷോയ്ക്ക് പോയപ്പോൾ അമേരിക്കയിൽ ഒരു സ്റ്റേജ് ഷോ 2010 നടന്ന ഒരു സമയത്ത് 30 ദിവസത്തെ സ്റ്റേജ് ഷോ ആയിരുന്നു. അന്ന് നാദിർഷാ ഉണ്ട്, ദിലീപുണ്ട്, കാവ്യയുണ്ട്, ഭാമയുണ്ട്, ഒപ്പം കാവ്യ മാധവൻ്റെ അമ്മയുണ്ട്. ഇത്രയധികം ആളുകൾ, റിമി ടോമിയുണ്ട്. ഇത്രയും അധികം ആളുകൾ പങ്കെടുക്കുകയും വലിയൊരു ഷോയായി, മറ്റ് മിമിക്രി താരങ്ങളൊക്കെയുള്ള ഒരു ഷോയിലാണ് കൂടുതൽ തനിക്ക് ഈ ദിലീപ് കാവ്യ ബന്ധത്തെക്കുറിച്ചുള്ള സൂചനകൾ കിട്ടുന്നത് എന്ന് മനസ്സിലാവുകയാണ്. അതായത് പലപ്പോഴും ദിലീപും കാവ്യ മാധവനും തങ്ങളുടെ മുറിയിലേക്ക് വരുമ്പോൾ റിമി ടോമി ആദ്യം മാറും, അതിനുശേഷം കാവ്യ മാധവൻ, അതിനുശേഷം താനും ഒരുമിച്ച് ഇവർ രണ്ടുപേരും വരുമ്പോൾ റൂമിൽ നിന്ന് ഒഴിഞ്ഞു പോകാറുണ്ട്. കാരണം അവരുടെ പ്രൈവസിയുമായൊക്കെ ബന്ധപ്പെട്ടാണ് അത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നത് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഈ ബന്ധം എല്ലാവർക്കും അറിയാവുന്ന ഒരു ബന്ധമായിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഷോ കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോഴാണ് ഇന്നലത്തെ മഞ്ജു വാര്യരുടെ മൊഴിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവച്ചതുപോലെ സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസിനുമൊപ്പം മഞ്ജു വാര്യർ തൻ്റെ വീട്ടിലേക്ക് വരികയും നിങ്ങൾക്ക് ഈ കാവ്യയുമായുള്ള ദിലീപിൻ്റെ ബന്ധം അറിയാമോ എന്ന് ചോദിക്കുകയും ചെയ്തത്. ഒന്ന് പരിങ്ങിയപ്പോൾ ഉടനെ ഈ മെസ്സേജിലടക്കം മഞ്ജു വാര്യർ കാണിച്ചു കൊടുക്കുകയാണ് ഈ നടിക്ക്. ഈ മെസ്സേജുകളിൽ വളരെ കൃത്യമായി തന്നെ കാവ്യയും ദിലീപുമായുള്ള ഒരു ബന്ധത്തിൻ്റെ കൃത്യമായ തെളിവുകൾ ഉണ്ടായിരുന്നു. അപ്പോഴും ഈ കാര്യങ്ങൾ താൻ തുറന്നു പറയാൻ മടിച്ചു. ആ സമയത്താണ് തൻ്റെ അച്ഛൻ അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. പിതാവ് ഇടപെട്ട് ഈ വിഷയം മഞ്ജുവുമായി പങ്കുവെക്കണം എന്നാവശ്യപ്പെടുകയും തുടർന്ന് തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം മഞ്ജു വാര്യരോട് പറയുകയും ചെയ്തത് എന്ന് മൊഴിയായി ഈ നടി കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ പിന്നീട് സിനിമാ ഇൻഡസ്ട്രിയിൽ വലിയ പാട്ടായി.
താൻ കാവ്യയുമായി മഞ്ജുവുമായി സംസാരിച്ച കാര്യമൊക്കെ ദിലീപ് അറിഞ്ഞു എന്ന് താൻ മറ്റു വഴി അറിഞ്ഞു. അങ്ങനെ ചില സാഹചര്യങ്ങളൊക്കെ വന്നിരുന്നു. അതിനുശേഷം 2012 ഒരു സ്റ്റേജ് ഷോ, അത് യൂറോപ്യൻ ട്രിപ്പാണ്. യൂറോപ്പിൽ ദിലീപ് ഷോ എന്ന പേരിൽ തന്നെയാണ് ആ ഷോ നടക്കുന്നത്. അതിലും ഈ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. നടിമാരടക്കം താനടക്കമുള്ള നടിമാർ ആ ഷോയുടെ ഭാഗമാണ്. പക്ഷേ ആ ഷോയ്ക്ക് പോകാൻ തനിക്കൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം ദിലീപ് ഈ വിഷയം അറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ പശ്ചാത്തലത്തിൽ മാനസികമായി അതിനോടൊരു പോകാനുള്ള യോജിപ്പ് തനിക്കുണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ നേരത്തെ കമ്മിറ്റ് ചെയ്ത ഒരു ഷോ ആയതുകൊണ്ട് അതിന് പോയേ പറ്റുള്ളൂ എന്നുള്ള ഒരു നിർബന്ധം വന്നു. അതിനെ തുടർന്നാണ് ആ ഷോയ്ക്ക് പോവുകയും മറ്റും ചെയ്തത്. അങ്ങനെ ഷോയ്ക്കിടയിൽ ഒരു ബസ് യാത്രയിൽ ദിലീപ് തന്നോട് വന്ന് ചോദിച്ചു, നീ കാവ്യ മാധവനും ഞാനുമായുള്ള ബന്ധം മഞ്ജുവിനോട് പറഞ്ഞോ എന്ന കാര്യം. അപ്പോൾ ആദ്യം ഈ കാര്യത്തിന് കൃത്യമായൊരു മറുപടി, പെട്ടെന്ന് പരിഭ്രമിച്ചുവെങ്കിലും കൃത്യമായൊരു മറുപടി പറഞ്ഞില്ല എങ്കിലും പിന്നീട് നിർബന്ധിച്ചപ്പോൾ പറയേണ്ടി വന്നു. അതിൽ പറഞ്ഞത് താൻ പറയേണ്ട സാഹചര്യം ഇങ്ങനെയായിരുന്നു, മെസ്സേജുകളടക്കം കാണിക്കുന്നു, മറ്റു ചില തെളിവുകൾ ഇവർ പറയുന്നു, മറ്റാളുകൾ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്നിട്ട് തൻ്റെ അച്ഛൻ്റെ നിർബന്ധപ്രകാരം തനിക്ക് മഞ്ജുവിനോട് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടി വന്നു എന്ന് പറയുന്നു. തുടർന്ന് ദിലീപ് ആവശ്യപ്പെട്ടത്, കാവ്യയുടെ അമ്മയും ആ സമയത്തുണ്ടായിരുന്നു, കാവ്യയുടെ അമ്മയും ദിലീപിനോട് പറയുകയാണ് മഞ്ജു തന്നെ വിളിച്ചിരുന്നു എന്ന കാര്യവും ഒപ്പം മഞ്ജുനോട് ഈ വിവരങ്ങൾ താൻ പറയേണ്ടി വന്നു എന്ന കാര്യവും കാവ്യയുടെ അമ്മയും പങ്കുവെക്കുന്നുണ്ട്. തുടർന്ന് ദിലീപ് പറയുന്നത്, നമുക്ക് 1-2 സിനിമകളിൽ ഒരുമിച്ച് അഭിനയിക്കാം, അങ്ങനെ നമ്മൾ ശത്രുക്കളല്ല, മിത്രങ്ങളാണ്, നമുക്ക് സൗഹൃദമുണ്ട് എന്ന് മഞ്ജുവിനെ അറിയിക്കാൻ വേണ്ടി നമുക്ക് 1-2 സിനിമകൾ ഒരുമിച്ച് ചെയ്യാം ഉടൻ തന്നെ എന്ന് പറയുന്നു. പക്ഷേ അതിനോട് കൃത്യമായ പ്രതികരണം തൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. തുടർന്ന് ഭീഷണി സ്വരത്തിലാണ് പിന്നീട് സംസാരിക്കുന്നത്. എന്നെ എതിർത്ത ആരും സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ല എന്ന് ദിലീപ് പറഞ്ഞു. അങ്ങനെയുള്ള പല ആളുകളും സിനിമയിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. ഒരുപക്ഷേ എന്നെ ഇത്തരത്തിൽ മൊഴി മാറ്റി അല്ലെങ്കിൽ മഞ്ജുവിനോട് ഇത്തരം കാര്യങ്ങൾ തിരുത്തി പറഞ്ഞില്ല എങ്കിൽ തനിക്കും നിനക്കും ആ അനുഭവം വരും എന്ന് ഭീഷണി സ്വരത്തിൽ ദിലീപ് തന്നോട് പറഞ്ഞു എന്നും കൂടി നടി മൊഴി നൽകിയിട്ടുണ്ട് കോടതി. പിന്നീട് 2013, ഈ സംഭവം നടക്കുന്നത് 2012-ലാണ്. 2013 അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പ്, അത് അബാദ് പ്ലാസ, കൊച്ചിയിലെ അബാദ് പ്ലാസയിൽ വെച്ച് നടക്കുന്നത് ഒരു അമ്മയുടെ ഒരു പ്രധാനപ്പെട്ട ഷോയാണ്. അതിൽ താൻ ചെന്നപ്പോൾ സിദ്ദിഖ് അടക്കമുള്ള നടന്മാർ, സിദ്ദിഖ്, നടി ഭാമ എന്നിവരടക്കമുള്ളവർ ദിലീപിൻ്റെ ഈ വിഷയം, അതായത് കാവ്യയുമായുള്ള ബന്ധം മഞ്ജുവിനോട് പറഞ്ഞത് താനാണോ എന്ന് ചോദിച്ചപ്പോൾ അത് പറയേണ്ടി വന്നു, എനിക്ക് പറയേണ്ട സാഹചര്യങ്ങൾ അവരോട് വിവരിക്കേണ്ടി വന്നു. തുടർന്ന് സിദ്ദിഖ് പറയുന്നത്, ദിലീപ് ഈ വിഷയത്തിൽ വലിയ അസംതൃപ്തനാണ്, ദിലീപ് വലിയ പ്രശ്നത്തിലുണ്ട്, കുടുംബ പ്രശ്നങ്ങളിലൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇത് മാറ്റി പറയാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം, ദിലീപിനെ പിണക്കാതെ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്ന് സിദ്ദിഖ് ഈ തരത്തിൽ ഈ നടിയോട് പറഞ്ഞു എന്ന് മൊഴിയായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം നിലപാടിൽ നിന്ന് താൻ ഒട്ടും പുറകോട്ട് പോയില്ല. സിനിമകളിൽ നിന്ന് തുടർച്ചയായി പുറത്താക്കപ്പെട്ടു. കരാർ വെച്ച സിനിമകളിൽ പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ദിലീപിൻ്റെ ആ ഒരു പ്രതികാരം തൻ്റെ സിനിമാ ജീവിതത്തിൽ വലിയ ദോഷം ചെയ്തു എന്ന് പറഞ്ഞു വെക്കുകയാണ് നടി. ഒപ്പം ശ്യാമപ്രസാദിൻ്റെ ഒരു സിനിമ, അത് ഇവിടെ എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ദിലീപിൻ്റെ ഒരു സുഹൃത്തായിരുന്നു. ഈ സുഹൃത്ത് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് ഇതിനിടയ്ക്ക് സുഹൃത്ത് വിളിച്ചിട്ട് ഈ നടിയോട് പറയുന്നുണ്ട്, താങ്കൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് സിനിമാ ലോകത്ത്, ഈ ശത്രുക്കളെ വെച്ചുകൊണ്ട് സിനിമാ രംഗത്ത് ഇരിക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്, അതുകൊണ്ട് ദിലീപുമായി യോജിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ താങ്കൾ മുന്നോട്ട് പോയാൽ വളരെ നല്ലതായിരിക്കും എന്ന് ഈ പ്രൊഡ്യൂസർ പറഞ്ഞു എന്നും പറയുന്നുണ്ട്. മറ്റൊന്ന്, ബെന്നി പി നായരമ്പലം വിളിച്ചിട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാവശ്യപ്പെടുന്ന ഒരു കാര്യവും മൊഴിയായി പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിലാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറിയോട് തൻ്റെ അവസ്ഥ പറഞ്ഞ് പരാതി പറയുന്നത്. തനിക്ക് സിനിമകൾ നഷ്ടപ്പെടുന്നു, തന്നെ ദിലീപ് ഒതുക്കുന്നു, തന്നെ ശത്രുവായി കാണുന്നു, ഒപ്പം തനിക്ക് വലിയ വേദനയോടുകൂടിയാണ് ഈ സിനിമാ ലോകത്ത് ഇപ്പോൾ ജീവിക്കാൻ കഴിയുന്നത് എന്ന് പറയുന്നു. പക്ഷേ അത് പരിഹരിക്കാമെന്ന് പറഞ്ഞാലും ആ ഒരു പരിഹാരം ഉണ്ടാകാത്ത ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഇതൊക്കെ മൊഴിയായി വളരെ കൃത്യമായി കോടതിയിൽ പറയുന്നതാണ്. മറ്റൊന്ന്, ഡെക്കാൻ ക്രോണിക്കിളിന് നൽകിയ ഒരു അഭിമുഖമാണ് 2015. ആ അഭിമുഖത്തിൽ വളരെ സ്പെസിഫിക്കായി അവർ പറയുന്നുണ്ട്, മലയാള സിനിമയിലെ ഒരു നടൻ, ഒരു സൂപ്പർ താരം തന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്ന കാര്യം. അത് ആ നടൻ ദിലീപാണ് എന്ന് കോടതിയിൽ മൊഴിയായി അവർ ആ അഭിമുഖത്തിൽ പേര് പറഞ്ഞിട്ടില്ല, പക്ഷേ ആ നടൻ ദിലീപാണ് എന്ന് വളരെ കൃത്യമായി കോടതിയിൽ അവർ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് അത് നടന്നത് ദിലീപിൻ്റെ അഭിഭാഷകൻ്റെ അഡ്വക്കേറ്റ് രാമൻ പിള്ളയുടെ ക്രോസ് വിസ്താരമാണ്. സ്പെസിഫിക്കായി ആദ്യത്തെ ചോദ്യമായി രാമൻപിള്ള വളരെ പ്രത്യേകമായി ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ദിലീപും പൾസർ സുനിയുമായുള്ള ബന്ധം അറിയാമായിരുന്നോ എന്നാണ്. അവിടെ നടി പറയുന്നത്, താൻ പൾസർ സുനി ദിലീപിന് അയച്ചു എന്ന് പറഞ്ഞ കത്തുണ്ടല്ലോ, അതൊരു എക്സിബിറ്റായി കോടതിയിലുണ്ട്. ആ കത്ത് അത് പിന്നീട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പിന്നീട് വന്നതാണ്. അതിനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തനിക്ക് ലഭിക്കുന്നത് മനോരമ ഓൺലൈനിൽ വന്ന ഒരു ഇൻ്റർവ്യൂ വഴിയാണ്.
മറ്റൊന്ന്, ദിലീപും പൾസർ സുനിയും സെറ്റിൽ ഒരുമിച്ച് വരാറുണ്ട് എന്ന് പറഞ്ഞത് ഈ സെറ്റിലെ മറ്റൊരു സെക്യൂരിറ്റിയാണ്. അതായത് മറ്റൊരു സെക്യൂരിറ്റിയിൽ നിന്ന് അറിഞ്ഞ, തനിക്കും അമ്മയ്ക്കും അറിയാൻ സാധിച്ച കാര്യമാണ് താൻ ഇങ്ങനെ മൊഴിയായി പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ കോടതിക്ക് അതിനകത്ത് ഒരു വിശ്വാസക്കുറവ് തോന്നി. കാരണം ഇതൊരു ഹിയർസേ ആണ്. അവർക്ക് മറ്റൊരാളിൽ നിന്ന് അവർ പറഞ്ഞറിഞ്ഞ കാര്യമാണ്, അല്ലാതെ നേരിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമല്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ ഈ പൾസർ സുനിയുടെ കത്തുമായി ബന്ധപ്പെട്ട് പിന്നെ ആ കത്തൊക്കെ ഈ കത്ത് എഴുതി എന്ന് പറയുന്ന സഹതടവുകാരൻ, പൾസറിൻ്റെ സഹതടവുകാരൻ ബിബിൻ ഈ കത്തുമായി ബന്ധപ്പെട്ട് നിഷേധിക്കുന്നുണ്ട്. പോലീസ് പറഞ്ഞിട്ടാണ് ആ കത്ത് എഴുതുക എന്നൊക്കെ പിന്നീട് പറഞ്ഞ് ആ കത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടൊരു പശ്ചാത്തലം കൂടിയുണ്ട്. മറ്റൊന്ന്, സെക്യൂരിറ്റി പറഞ്ഞനുസരിച്ചാണ് എന്ന് പറയുമ്പോൾ അതിലൊരു ഡയറക്റ്റ് എവിഡൻസ് ഇല്ല എന്നൊരു പ്രശ്നം കൂടി, ഡയറക്റ്റായി കണ്ട കാര്യമല്ല എന്നൊരു പ്രശ്നം കൂടി കോടതി പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം ദിലീപിന് തന്നോടുള്ള വൈരാഗ്യം തന്നോട് നേരിട്ട് ചോദിച്ചു, മഞ്ജുവിനോട് ചില കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത്, ഒപ്പം തന്നെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന കാര്യം പറഞ്ഞു. ഇതൊക്കെ കോടതിയിൽ പറഞ്ഞു എങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഇക്കാര്യം വ്യക്തമാക്കാൻ നടിക്ക് കഴിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ നടി അങ്ങനെ ഒരു മൊഴി കൊടുത്തിരുന്നില്ല. 161 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ, അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ, പോലീസിന് മുന്നിൽ നടി ഇക്കാര്യം പറയാതിരുന്നത് എന്തുകൊണ്ട് എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ നടിക്ക് സാധിച്ചില്ല. പല ക്വസ്റ്റ്യൻസിനും ഇവർ എനിക്ക് ഓർമ്മ കുറവുണ്ട്, എനിക്ക് കൃത്യമായി ഓർമ്മയില്ല എന്നുള്ള മറുപടി കൂടി നടി ഇത്തരത്തിൽ കോടതി വളരെ പ്രധാനമായും ഇത്തരത്തിൽ പ്രധാനത്തോടെ എടുത്ത ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. മറ്റൊന്ന്, ഈ 2015 ഡെക്കാൻ ക്രോണിക്കലിന് അഭിമുഖം നൽകുന്നത്. 2013 മുതൽ നൽകുന്ന നിരവധി അഭിമുഖങ്ങളുണ്ട്. 2013 14 16 ഈ അഭിമുഖങ്ങളിലൊക്കെ ഈ നടി പറയുന്നത് തനിക്ക് സിനിമയിൽ അവസരം കിട്ടാത്തതല്ല, താൻ നല്ല സിനിമകൾ ലഭിക്കും എന്നുള്ള ഒരാഗ്രഹത്തിൽ, അല്ലെങ്കിൽ തനിക്ക് നല്ല കഥാപാത്രങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് താൻ സിനിമകളിൽ അഭിനയിക്കാത്തത്, മലയാള സിനിമകളിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്ന് പറഞ്ഞതുകൂടി പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. അതായത് ഡെക്കാൻ ക്രോണിക്കലിനോട് പറയുന്നു, നടൻ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, ഒരു നടൻ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ മറ്റ് അഭിമുഖങ്ങൾ പറയുന്നു താൻ സ്വയമേ തീരുമാനിച്ച് മാറി നിൽക്കുന്നതാണ്. അതിനകത്തുള്ളൊരു കോൺട്രഡിക്ഷൻ വളരെ കൃത്യമായി കോടതിയെ ബോധിപ്പിക്കാൻ പ്രതിഭാഗം അഭിഭാഷകന് കഴിഞ്ഞു എന്നുള്ളത് ഈ കേസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന്, ഈ ഹണീബി, ആദം എന്നീ സിനിമകളിൽ ഈ കാലത്ത് 2014 ശേഷം നടി അഭിനയിച്ചിരുന്നു. ഈ ഹണീബിയുടെയും ആദത്തിൻ്റെയും പ്രൊഡ്യൂസർമാർ ദിലീപുമായി ഏറെ ബന്ധമുള്ളവരാണ് അല്ലേ എന്നുള്ള ചോദ്യം പ്രതിഭാഗ അഭിഭാഷകൻ നടിയോട് ചോദിച്ചപ്പോൾ തനിക്കത് ഓർമ്മയില്ല. അത് വളരെ കൃത്യമായി ചോദിച്ചാണ്, മറ്റൊന്നുമല്ല. ഇത്രയും ദിലീപ് തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോഴും ദിലീപിൻ്റെ അടുത്ത സുഹൃത്തുക്കളായ പ്രൊഡ്യൂസർമാരുടെ സിനിമകളിൽ തുടർച്ചയായി അഭിനയിക്കുന്ന ഒരു പശ്ചാത്തലം എങ്ങനെ ഒരുങ്ങി എന്ന ചോദ്യത്തിനും ആ തരത്തിലുള്ള ഒരു മറുപടിയാണ് നടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നത് പ്രധാനമാണ്. അങ്ങനെ കോടതിക്ക് ബോധ്യപ്പെടാത്ത പല കാര്യങ്ങളും, അല്ലെങ്കിൽ കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിക്കാത്ത പല കാര്യങ്ങളും ഈ വിഷയത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മറ്റൊന്ന്, ഈ കോടതിക്ക് മുന്നിൽ വന്ന മൊഴി, പോലീസിന് കൊടുക്കാത്ത മൊഴി എങ്ങനെ കോടതിക്ക് മുന്നിൽ മൊഴിയായി കൊടുക്കുന്നതിൽ എന്താണ് പ്രസക്തി എന്നുള്ള ചോദ്യമൊക്കെ നിയമവൃത്തങ്ങൾ ഉയർത്തുന്നുണ്ട്. പക്ഷേ അവിടെ അത് കോടതി ഡിസ്ക്രിപ്ഷനാണ്, അത്തരം ഒരു മൊഴി സ്വീകരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ. അതൊക്കെ വളരെ പ്രധാനമാണ്. അങ്ങനെ ഓരോ തരത്തിലും നടിക്ക് അനുകൂലമായ ഒരു കോടതി വിധി, അല്ലെങ്കിൽ ദിലീപിനെതിരായ ഒരു കോടതി വിധി ഉണ്ടാകാത്തതിന്, ദിലീപുമായി ബന്ധപ്പെട്ട് ഒരു കോടതി വിധി ഉണ്ടാകാത്തതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കേണ്ടത് ഈ ക്രോസ് വിസ്താരത്തിൽ പല കാര്യങ്ങളിലും വ്യക്തമായ ഉത്തരം പറയാനോ, അല്ലെങ്കിൽ ഒരു ഹിയർസേ ആയോ, കേട്ടുകേൾവിയുടെ പശ്ചാത്തലത്തിലോ ഒക്കെയാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് തനിക്ക് ധാരണ എന്നുള്ള മൊഴിയാണ്. അതാണ് കോടതി കണക്കിലെടുത്തതും അത്തരത്തിലൊരു വിധിന്യായത്തിലേക്ക് കാര്യങ്ങളെത്തിയത്.